ഓം ശ്രീ ആഞ്ജനേയായ നമ. MSB4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം സം സരസ്വതി നമഃ. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അടുത്ത ഒരാഴ്ചത്തെ 27 നക്ഷത്രക്കാരുടെ വാരഫലമാണ്. അതായത് വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലമാണ് പറയുന്നത്. 2026 മെയ് മാസം 24 തീയതി മുതൽ 30 തീയതി വരെയുള്ള അത്രയും ദിവസത്തെ വാരഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. എൻ്റെ ആസ്ട്രോളജി ചാനൽ MSB4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടി, ജീവിത പ്രശ്നങ്ങൾക്ക് എന്ത് പ്രശ്നവും ആയിക്കോട്ടെ, അതിന് കവടി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് വാരഫല വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വാരം നല്ല ദൈവാധീനമുള്ള ഒരു സമയമായിരിക്കും. പ്രത്യേകിച്ച് കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു സമയം. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ഒരു വാരമാകും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ജോലി അന്വേഷിക്കുന്നവർക്കും അതുപോലെ ഒഫീഷ്യലി ജോലി സംബന്ധമായും വളരെ അനുകൂല സ്ഥാനം. നിങ്ങൾ പെൻഡിങ് ഉള്ള വർക്കുകളൊക്കെ ചെയ്യാനുള്ള കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് കിട്ടുന്നു. അതുപോലെ നിങ്ങളുടെ ഹയർ അതോറിറ്റീസിനെ നല്ല രീതിയിൽ വർക്ക് ഓറിയന്റഡ് കാര്യങ്ങളെല്ലാം കൺവിൻസ് ചെയ്യാനും അത് നിമിത്തം സാറ്റിസ്ഫാക്ഷൻ ലെവൽ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന നല്ല ഒരു വാരമാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന വളരെ നല്ല സമയമാകും. അതുപോലെ തന്നെ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാകും. പ്രത്യേകിച്ച് പുതിയതായിട്ടുള്ള ബിസിനസ് തീരുമാനങ്ങൾ, ബിസിനസ് എക്സ്പാൻഷൻ, അതുപോലെ ബ്ലോക്കായി കിടക്കുന്ന ഫണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിലീസായി കിട്ടാനുള്ള ദൈവാധീനവും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ജോലി സംബന്ധമായിട്ടുള്ള അലച്ചിൽ കൂടി നിൽക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓവറായിട്ടുള്ള ടെൻഷൻസും ഉണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു വാരം കൂടിയാണ് കാണിക്കുന്നത്. കാരണം പാഴ്ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യത മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാകും. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണേലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണേലും വളരെ നല്ല സമയമാകും. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള ഒരു വാരമായിട്ട് തന്നെയാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകൈര്യം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഒരല്പം ദൈവാധീനം കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. അതായത് ഭാഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി മുൻപോട്ട് പോവുക. മഹാലക്ഷ്മി അഷ്ടകം 3 തവണ ജപിക്കുക. ദിവസവും 3 തവണ ജപിക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം ഏകകാല പടേ നിത്യം മഹാപാപ വിനാശന. മഹാലക്ഷ്മി അഷ്ടകം ആദ്യത്തെ തവണ ജപിക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങളെല്ലാം അവിടെ മാറിക്കിട്ടുന്നു. ദ്വികാലം യ പടേ നിത്യം ധനധാന്യ സമന്വിത. ധനപരമായിട്ടും ധാന്യപരമായിട്ടുള്ള ഉയർച്ച അവിടെ ഉണ്ടാകും. ത്രികാലം യ പടേ നിത്യം 3ാമത്തെ തവണ ജപിക്കുമ്പോൾ മഹാശത്രു വിനാശന. ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. അതുകൊണ്ട് മഹാലക്ഷ്മി അഷ്ടകം 3 തവണ ജപിക്കുക. അപ്പം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പക്ഷെ ജോലി സംബന്ധമായി നിങ്ങളുടെ ഒഫീഷ്യൽ കാര്യങ്ങളിൽ ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്.
ശത്രു തടസ്സം ഒരല്പം കൂടി നിൽക്കാനുള്ള സാധ്യതയുമുണ്ട്. കുടുംബത്ത് പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യതയും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അത് കണ്ടറിഞ്ഞ് സോൾവ് ചെയ്ത് തന്നെ മുൻപോട്ട് പോവുക. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാകും. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് റിലേറ്റഡ് പ്രിപ്പറേഷൻ കാര്യങ്ങൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ നയന സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ, അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടിനുള്ള അസ്വസ്ഥതയും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ഞാൻ പറയുന്ന പൊതുവെയുള്ള ഫലം മാത്രമാണ്. 100% ഇതെല്ലാവർക്കും വരും എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ ദശാസന്ധിയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇതിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നതാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയതായിട്ടുള്ള ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന നല്ല ഒരു വാരം. പക്ഷെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ ഒരു വാരം ഒന്ന് ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ മുൻപോട്ട് പോവുക. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന നല്ല ഒരു വാരമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകയിരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം. മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. പക്ഷെ ജോലി സംബന്ധമായി ഒഫീഷ്യലി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും. പ്രത്യേകിച്ച് ഗവൺമെന്റ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള ട്രാൻസ്ഫർ സംബന്ധമായിട്ടുള്ള നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാൻ അങ്ങനെയുള്ള ദൈവാധീനമുള്ള സമയമാകും മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. പ്രൈവറ്റ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാകും. പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് മാക്സിമം ഓർഡേഴ്സ് കിട്ടാനുള്ള ഭാഗ്യം, അങ്ങനെയുള്ള ദൈവാധീനം ഒക്കെ ഉണ്ടാകാൻ അങ്ങനെയുള്ള ദൈവാധീനമുള്ള സമയമാകും മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കലാ സാംസ്കാരിക മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള സമയമാകും മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. യാത്രാ ക്ലേശം അല്പം കൂടി നിൽക്കുന്നതാണ്. കുടുംബത്ത് ദമ്പതികൾക്കിടയിൽ ചിലപ്പം കലഹ സാധ്യത, അങ്ങനെയുള്ള വാക്ക് തർക്കത്തിനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് കണ്ടറിഞ്ഞ് സോൾവ് ചെയ്ത് തന്നെ മുൻപോട്ട് പോകുക. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന നല്ല ഒരു വാരം. പ്രത്യേകിച്ച് പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള ഭാഗ്യം, ബ്ലോക്കായി കിടന്ന ഫണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ റിലീസായി കിട്ടാനുള്ള ദൈവാധീനം, അതുപോലെ ബിസിനസ് സംബന്ധമായിട്ട് നല്ല ഇൻകം പ്രതീക്ഷിക്കാവുന്ന നല്ല ഒരു വാരം കൂടിയാണ് മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഒരല്പം തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അലസത, മടി കൂടി നിൽക്കാനുള്ള സാധ്യത മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അങ്ങനെ കാണിക്കാൻ സാധ്യതയുണ്ട്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന നല്ല ഒരു വാരമാകും മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമാകും. ഞാൻ നേരത്തെ മേടക്കൂറിലും ഇടവക്കൂറിലും പറഞ്ഞ നക്ഷത്രക്കാർക്കും വിവാഹ സംബന്ധമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും വരാൻ പോകുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരവും ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സം നേരിടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യ സംബന്ധമായി വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. പക്ഷെ ശത്രു തടസ്സം, നിങ്ങളുടെ സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവം വരേണ്ടത് അത്യാവശ്യമാണ്. ഔദ്യോഗിക സംബന്ധമായിട്ടുള്ള ഒഫീഷ്യലി നിങ്ങൾക്ക് അനുകൂല സമയമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമാകും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ കൺഫ്യൂഷൻസ് നേരിടാനുള്ള സാധ്യത, അതായത് അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ്, കസ്റ്റമേഴ്സ് സംബന്ധമായിട്ടുള്ള കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്കും ചെറിയ കൺഫ്യൂഷൻസ്, ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലുള്ള കുറച്ച് ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു വാരമാണ്. അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത, നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തി മുൻപോട്ട് പോകേണ്ട ഒരു വാരം ആകും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക്
ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ചൊവ്വാഴ്ച വരെ. അതുകൊണ്ട് തന്നെ ഉമാമഹേശ്വര മന്ത്രം ജപിക്കുക, അതുപോലെ ഹനുമാൻ ചാലിസ കൂടി ജപിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. വിഷ്ണു സഹസ്രനാമവും ജപിക്കേണ്ടതും ഉത്തമമാണ് കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന നല്ല ഒരു വാരം. അതുപോലെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും നല്ല ഒരു സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായി കാൽമുട്ടിന് ഉണ്ടാകുന്ന അസ്വസ്ഥത, അതുപോലെ ഓവറായിട്ടുള്ള ടെൻഷൻസ് നിമിത്തം തലവേദന, മൈഗ്രെയിൻ പോലെയുള്ള സാധ്യതകൾ കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. പുറത്തു നിന്നുള്ള ഭക്ഷണം, പരിചയമില്ലാത്ത ഭക്ഷണം പരമാവധി ഒന്ന് നിയന്ത്രിക്കുക. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം, കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാകും. പുതിയതായിട്ടുള്ള ബിസിനസ് തീരുമാനങ്ങൾ, അതുപോലെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് വളരെ നല്ല സമയമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാകും. പക്ഷെ വീട് പണിയുന്നവർക്ക് ചെറിയ രീതിയിലുള്ള കൺഫ്യൂഷൻസ് നേരിടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു വാരം ആയിട്ട് തന്നെയാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ മാതാവിന് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് കാലിനുണ്ടാകുന്ന അസ്വസ്ഥത, അതുപോലെ തന്നെ ഓവറായിട്ടുള്ള ഈ പ്രഷർ വേരിയേഷൻ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ മാതാവിന് അങ്ങനെ കാണിക്കാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബത്ത് ദമ്പതികൾക്കിടയിൽ ചെറിയ കലഹ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ തന്നെ കണ്ടറിഞ്ഞ് സോൾവ് ചെയ്ത് പോകുക. പരസ്പരം ഒരു പ്രോപ്പർ അഡ്ജസ്റ്റ്മെന്റിൽ തന്നെ മുൻപോട്ട് പോകേണ്ടതാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമാണ്. ഒഫീഷ്യലി നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി വളരെ അനുകൂലമായിട്ടുള്ള ആ ഒരു ദൈവാധീനം ഉണ്ടാകും. അതുപോലെ തന്നെ വർക്ക് ഓറിയന്റഡ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്ത് മുൻപോട്ട് പോകാൻ സാധിക്കുന്ന നല്ല ഒരു വാരമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്കാണേലും വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. പ്രത്യേകിച്ച് വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ അങ്ങനെ ഡോക്യുമെന്റേഷൻസ് കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നവർക്കും, അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണേലും വളരെ നല്ല സമയമായിട്ട് തന്നെയാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു സംബന്ധമായിട്ടുള്ള ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവം പാലിച്ച് മുൻപോട്ട് പോവുക. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, നിങ്ങൾ പണം കടം കൊടുക്കുന്നത് ഈ ഒരു വാരം നിയന്ത്രിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ധനസംബന്ധമായിട്ടുള്ള നഷ്ടങ്ങൾക്കുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പണമിടപാടുകളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു വാരമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന വാരം. വീട് പണിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന നല്ല ഒരു വാരം. അതുപോലെ വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല സമയമാകും. വിവാഹം ആലോചിക്കുന്നവർക്കും നല്ല സമയമാണ്. പക്ഷെ ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. ഒഫീഷ്യലി നിങ്ങൾക്ക് നല്ല സമയമാകും. പ്രത്യേകിച്ച് ജോലിയിൽ അങ്ങനെ പെൻഡിങ് ഉള്ള വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാനുള്ള ദൈവാധീനം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന നല്ല ഒരു വാരമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു വാരമാകും. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾക്കുള്ള സാധ്യത, ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യത കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്ന സമയം. വിവാഹം ആലോചിക്കുന്നവർക്കും ദൈവാധീനമുണ്ട്. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള സമയം, തൃപ്തികരമായിട്ടുള്ള സമയമാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ തുലാക്കൂർ നക്ഷത്രക്കാരുടെ കുടുംബത്ത് അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള
വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. പ്രത്യേകിച്ച് അങ്ങനെയുള്ള വഴക്കുകൾ കാര്യങ്ങളെല്ലാം മാറി നല്ല രീതിയിലുള്ള കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല സമയമാകും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയതായിട്ടുള്ള ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന നല്ല ഒരു വാരം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും ഈ വരുന്ന വാരം വളരെ അനുകൂലമാണ്. ഭാഗ്യ സംബന്ധമായിട്ടുള്ള ഭാഗ്യ കടാക്ഷം ലഭിക്കുന്ന നല്ല ഒരു സമയമാകും. പ്രത്യേകിച്ച് മഹാലക്ഷ്മി അഷ്ടകം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഹാലക്ഷ്മി അഷ്ടകം 3 തവണ ജപിക്കേണ്ടത് അനിവാര്യമാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര്. നരസിംഹ മന്ത്രം ജപിക്കേണ്ടതും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന നല്ല ഒരു വാരം. വിദ്യാർത്ഥികൾക്കാണേലും വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനം സരസ്വതി ദേവിയുടെയും ഗണപതി ഭഗവാന്റെയും അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഈ തീരുമാനങ്ങളിൽ പാളിച്ചകൾ കൂടാതെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സമയമാകും വിദ്യാർത്ഥികൾക്കും കാണിക്കുന്നത്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം, വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തലയ്ക്കുണ്ടാകുന്ന ചെറിയ അസ്വസ്ഥത, മൈഗ്രെയിൻ പോലെ തലവേദന പോലെയുള്ള ചെറിയ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഓവറായിട്ടുള്ള ടെൻഷൻസ്, അങ്ങനെയുള്ള ഒഫീഷ്യൽ കാര്യങ്ങളിലുള്ള ടെൻഷൻസും കൂടി നിൽക്കാനുള്ള സാധ്യത വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. കല, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കാൻ സാധിക്കുന്ന നല്ല ഒരു വാരമാകും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വീട് പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ധന സംബന്ധമായി കൂടുതൽ ശ്രദ്ധ വേണ്ടിയ ഒരു വാരമാണ്. പ്രത്യേകിച്ച് പണം കടം കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു വാരമാകും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. പാഴ്ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്, അത് പ്രത്യേകം നിയന്ത്രിക്കുക. പ്രോപ്പർ ബഡ്ജറ്റിൽ തന്നെ മുൻപോട്ട് പോകേണ്ടതാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമാകും. ഒഫീഷ്യലി നിങ്ങൾക്ക് അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന നല്ല ഒരു വാരം. അതുപോലെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തി മുൻപോട്ട് പോവുക. നിങ്ങളുടെ വീട് പണിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല സ്പീഡിൽ തന്നെ നടക്കുന്നതുമായിരിക്കും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ധനു കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം. ധനു കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വാരം ശത്രു തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാകും. അതുകൊണ്ട് തന്നെ ഹനുമാൻ ചാലിസ ജപിക്കുക. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ അസാധ്യ സാധക മന്ത്രം കൂടി ജപിക്കുക. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്കും വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സം നേരിടുന്നവർക്കും അസാധ്യ സാധക മന്ത്രം ഹനുമാൻ സ്വാമിയെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ജപിക്കുക. മന്ത്രം ഇതാണ്: അസാധ്യ സാധക സ്വാമിൻ അസാധ്യം തവ കിംവദ രാമദൂത കൃപാ സിന്ധു മത്കാര്യം സാധേയ പ്രഭു. അതായത് ഇംപോസിബിൾ എന്ന് കരുതുന്ന പല കാര്യങ്ങളും പോസിബിൾ ആക്കി തീർക്കാൻ സാധിക്കുന്ന വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണ് അസാധ്യ സാധക മന്ത്രം. ഇത് ദിവസവും ജപിക്കുക. കുറഞ്ഞത് ഒരു 11 തവണയെങ്കിലും കുളിച്ച് ശുദ്ധിയായിട്ട് ജപിക്കേണ്ടതാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയൊരു തടസ്സമുണ്ട്, അത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചു തന്നെ മാറ്റേണ്ടതാണ്. ഒഫീഷ്യലി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന നല്ലൊരു വാരമാകും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ ബിസിനസ് സംബന്ധമായി ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന വാരം. പ്രത്യേകിച്ച് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ബിസിനസ് സംബന്ധമായിട്ടുള്ള എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നവർക്കും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാകും. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണേലും ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ
പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും നല്ല സമയമാകും. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമാകും. പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ല സമയമായിട്ട് തന്നെയാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വ്യാഴമന്ത്രം കൂടി ജപിക്കുക. ദേവാനാംച ഋഷീനാംച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി. ഇതാണ് വ്യാഴമന്ത്രം. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ ഒരു തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. നിങ്ങൾ കുടുംബദേവിയെ പ്രാർത്ഥിക്കുക, ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചു മുൻപോട്ട് പോകേണ്ടതാണ്. ഒഫീഷ്യലി നല്ല സമയമാകും. അങ്ങനെ പെൻഡിംഗ് ഉള്ള വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാനും നിങ്ങളുടെ ഹയർ അതോറിറ്റീസിനെ കൺവിൻസ് ചെയ്യാനും ട്രാൻസ്ഫർ സംബന്ധമായിട്ടുള്ള നിവേദനങ്ങൾ കൊടുത്തവർക്കും അനുകൂലമായിട്ടുള്ള സമയമായിട്ട് തന്നെയാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. ബിസിനസ് സംബന്ധമായിട്ടുള്ള നല്ല ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന നല്ല ഒരു വാരമാകും മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന നല്ല ഒരു വാരം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ടു ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതും നല്ല ദൈവാധീനമുള്ളതുമായിട്ടുള്ള ഒരു വാരമാണ് കാണിക്കുന്നത്. പക്ഷെ വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു വാരമായിട്ടാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല സമയമാകും. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരമാകും മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായി ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള സമയമാകും. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചെറിയ ശത്രു തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് ഒഫീഷ്യലി ജോലി സംബന്ധമായിട്ടുള്ള ചെറിയ ശത്രുസ്ഥാനം കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ പരമാവധി ഡിസ്ക്ലോസ് ചെയ്യാതെ ഇരിക്കുക, അങ്ങനെ തുറന്ന് പറയാതെ ഇരിക്കുക, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ കുടുംബദേവിയെ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹനുമാൻ ചാലിസ കൂടി ജപിക്കുക. ഈ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ കുട്ടികൾക്ക് ചെറിയ പഠന തടസ്സം നേരിടാനുള്ള സാധ്യതയും വരുന്ന വാരം കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുംഭക്കൂർ നക്ഷത്രക്കാർക്ക് വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല സമയമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന നല്ല ഒരു വാരം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്കുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള വാരമാകും വരാൻ പോകുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു വാരം. അതുപോലെ തന്നെ പാഴ്ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യത കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ചു തന്നെ മുൻപോട്ട് പോവുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യമുണ്ട്. അതുപോലെ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ പിതാവിന്റെ അങ്ങനെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാകും. നല്ല ദൈവാധീനമുള്ള സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. കുടുംബദേവിയെ പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണ മന്ത്രം കൂടി ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണേ ചാച്ചു വെച്ചും തൃക്കയിൽ കാഞ്ചനോടക്കുഴലും അധപിടിച്ചൂതി മന്ദഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുഖിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമഹൃതി കളിയാടിയിടുവാൻ കൈതൊഴുന്നേൻ. ശ്രീകൃഷ്ണ മന്ത്രം ദിവസവും ജപിക്കുക. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്തരിട്ടാതി, രേവതി നക്ഷത്രം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഒഫീഷ്യലി അനുകൂലമായിട്ടുള്ള സമയമാകും. പ്രത്യേകിച്ച് പെൻഡിംഗ് ഉള്ള വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാനുള്ള ദൈവാധീനമുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമാകും. പക്ഷെ ജോലിയിൽ ചെറിയ ശത്രുസ്ഥാനം കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യാതെ ഇരിക്കുക. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ ചെയ്യാനും അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും നല്ല സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. ഒഫീഷ്യലി ട്രാൻസ്ഫർ സംബന്ധമായിട്ടുള്ള നിവേദനം കൊടുത്തവർക്ക് അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു വാരം കൂടിയാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം അനുകൂലമായിട്ടുള്ള സമയമാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ടും ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്.
വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായി ചെറിയ അങ്ങനെയുള്ള ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത, ഉദര സംബന്ധമായിട്ടുള്ള ഗ്യാസ്ട്രിക് റിലേറ്റഡ് അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയും തലവേദന ഉണ്ടാകാനുള്ള സാധ്യതയും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. പുറത്തുനിന്നുള്ള പരിചയമില്ലാത്ത ഭക്ഷണം പരമാവധി ഈ ഒരു വാരം ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഭാഗ്യ സംബന്ധമായി അനുകൂല സ്ഥാനം തന്നെയാകും. ഇത്രയുമാണ് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പേര്, നക്ഷത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ, അത് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് ഫീസ് ഒന്നുമില്ല, ഇത് സൗജന്യപരമാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യം നേരുന്നു. നല്ല ഒരു വാരം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.